ണ്ട് ഒരാള് ആ വാതിലും തുറന്നിങ്ങോട്ട് വന്നു. അപ്പൊ നമ്മളെ കുറെ നീങ്ങിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ തുറന്നു വന്ന ആള് ആരാന്ന് നോക്കിയപ്പോ നമ്മുടെ ഗോകുലാണ്, നമ്മുടെ സുരേഷ് ഗോപിയുടെ മകൻ. അദ്ദേഹം വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണമായിരുന്നു 2 ദിവസത്തിന് മുന്നേ. ഇന്നലെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ആ റിസപ്ഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഫുഡിന്റെ പ്രശ്നങ്ങൾ, കുറച്ച് വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് മെയിനായിട്ട് ഇപ്പൊ ഓടി നടക്കുന്ന ഒരു കോൺട്രവേഴ്സി ഉണ്ട്. കാര്യം സുരേഷ് ഗോപിയുടെ മകനായിട്ടുള്ള ഗോകുല് ഇതേണക്ക് ഇവിടെ കല്യാണത്തിന് ക്ഷണിച്ചവർ മാത്രം നിന്നാൽ മതി, അല്ലാത്തവരെല്ലാം ഇറങ്ങി പോകണമെന്നൊക്കെയുള്ള രീതിയൊക്കെ സംസാരിച്ചെന്നും പറഞ്ഞ് കുറെ പേരിങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന കണ്ട്. പക്ഷെ ഈ സംഭവം വന്ന എവിടുന്നാണ്, ഇത് ആരാണ് പറഞ്ഞതെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോഴത്തേക്ക് ഇത് പറഞ്ഞ മഹാൻ എന്ന് പറയുന്നതാണ് ജസ്റ്റാർ ബ്ലോഗ്സ് എന്ന് പറയുന്ന പുള്ളി. അറിയാലോ, നിങ്ങൾക്ക് അറിയായിരിക്കും. കുറച്ച് നാൾക്ക് മുന്നേ ലക്ഷ്മി നക്ഷത്രയുടെ കുറച്ച് പ്രശ്നം വന്നിട്ട് സോറി എന്നൊക്കെ പറഞ്ഞ് അവിടെ വന്നിരുന്ന മെഴുകിയ പുള്ളിയാണ്. കാര്യം അപരാധം മാത്രമേ ആ ചാനലിനകത്ത് കിട്ടത്തുള്ളൂ. അപ്പൊ ആ പുള്ളിക്കാരൻ ഇപ്പം വീണ്ടും വന്ന് പുതിയൊരു സംഭവം കൂടെ പറഞ്ഞിരിക്കുകയാണ്. കാര്യം പുള്ളിക്കാരൻ ആ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. ആ റിസപ്ഷൻ പാർട്ടിയിൽ പോയ സമയത്ത് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവമൊക്കെ അങ്ങ് ഉണ്ടാക്കി. അത് എത്രത്തോളം ജെന്യൂൻ ആണോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നില്ല. കാര്യം സത്യം പറഞ്ഞാൽ ഇത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത സാധനം തന്നെ. എന്തായാലും അയാൾ പറഞ്ഞ എന്താണെന്ന് കേട്ടു നോക്കാം. വലിയൊരു വിവാഹമായിരുന്നു. ആ വിവാഹത്തിന്റെ റിസപ്ഷൻ ഉച്ചയ്ക്ക് നടന്നത് നമ്മുടെ ഗോകുലം ഗോപാല സാറിന്റെ ഗോകുലം റിസോർട്ടിലാണ്. ഗോകുലം വലിയൊരു ആ പാലത്തിന്റെ അടുത്താണ് അവിടെ. അപ്പോ ആ ഒരു സംഭവം അവിടെ ആ റിസപ്ഷൻ നടന്നപ്പോ എനിക്ക് അവിടേക്ക് പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രീകണ്ഠൻ നായരെ എനിക്കൊന്ന് കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഫോണിലും കുറെ ബന്ധപ്പെട്ട ആളെ കിട്ടണില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഓഫീസിൽ നിന്ന് അറിഞ്ഞത് അദ്ദേഹം ഗുരുവായൂര് നമ്മുടെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ വരുന്നുണ്ട്, അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനും സംബന്ധിച്ചു ശരി എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അദ്ദേഹത്തിനെ കാണാനായിട്ട് അവിടെ ചെന്നു. അപ്പോ അവിടുത്തെ കാര്യങ്ങൾ വെച്ചാൽ ഫുൾ സെക്യൂരിറ്റിയാണ്. അവിടെ കടക്കാനായിട്ട് ഒരു ഈച്ചയ്ക്ക് പോലും കടക്കാൻ പറ്റാത്ത പോലെ സെക്യൂരിറ്റിയാണ്. അത്ര വലിയൊരു സെക്യൂരിറ്റി വിങ്ങിനാണ് അവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ശ്രീകണ്ഠൻ നായരുടെ കെയർ ഓഫിൽ നമുക്ക് അവിടെ കയറാൻ പറ്റി, അവിടെ കയറി കൂടാൻ പറ്റി. ശ്രീകണ്ഠൻ നായർ കാരണം അവിടെ കയറി കൂടാൻ പറ്റി എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ചുമ്മാ കുമ്മൻ അടിച്ചതാ. അല്ലാതെ ഈ പറയുന്ന സുരേഷ് ഗോപി വിളിച്ചിട്ട് അവിടെ ചെന്നൊന്നുമല്ല. ഇങ്ങനെ തന്നെ ക്ഷണിച്ചിട്ടില്ല. ഇയാളെ ക്ഷണിക്കാതെയാണ് ഇയാൾ വന്നിരുന്ന് പറഞ്ഞത്. ഗൂഗിൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന്. കാര്യം ഇയാൾക്ക് അവിടെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇറക്കി വിട്ടുകയാണോന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അപരാധം വന്നിരുന്ന് പറയണമെങ്കിൽ ഇയാളെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ചെയ്തത്. കാര്യം എന്തുവാണ് ഇയാളുടെ മെയിൻ ഇന്റൻഷൻ? ഇതും കൊണ്ടൊക്കെ ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തായാലും ബാക്കിയൂടെ കേട്ടു നോക്കാം. ശ്രീകണ്ഠൻ നായർ അങ്ങനെ കയറി. ശ്രീകണ്ഠൻ നായർ നമ്മൾ കാണുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സുരേഷ് ഗോപിയും കണ്ടു, ശ്രീകണ്ഠൻ നായർ കണ്ട് പരിചയപ്പെടുത്തപ്പോൾ ഞാൻ സുരേഷ് ഗോപിയും കണ്ടു, സുരേഷ് ഗോപിയുടെ ഫോട്ടോ എടുത്തു. അതൊക്കെ ശരി തന്നെ, സമ്മതിച്ചു. ഭക്ഷണം കഴിക്കുന്നിടത്ത് ഒരു ഡോർ അടച്ചിട്ടേക്കാണ്. ആ ഡോറിന്റെ മുമ്പിൽ പുറത്ത് സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്. സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വിങ്ങിനെ ഏൽപ്പിച്ചിട്ടുള്ള അവരെ സെക്യൂരിറ്റി, സ്ത്രീകളും പുരുഷന്മാരൊക്കെ ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോ വാതിൽ അടച്ചിരിക്കുക. അപ്പൊ അവിടെ പറയാം, അവിടെ ഇതിന് പുറത്ത് വാതിൽ തുറക്കണതും കാത്ത് കുറെ ആൾക്കാർ കാത്ത് നിൽക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് ഒരു ട്രിപ്പ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അത് കഴിച്ചിട്ട് വേണം അവരെ ഭക്ഷണം കഴിച്ചിട്ട് വേണം ഇവിടെ നിന്നുള്ള ആൾക്കാരാണ് കടത്തി വിടാൻ. അപ്പൊ ഇവിടെ എന്തുണ്ടാവും, ഒരു 100-150 ആള് ഒരുമിച്ച് വന്ന് ഈ വാതിൽ തുറക്കണം കാത്തിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ട് ഒരാള് ആ വാതിൽ തുറന്നിങ്ങോട്ട് വന്നു. അപ്പൊ നമ്മളെ കുറെ നീങ്ങിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ തുറന്നു വന്ന ആള് ആരാന്ന് നോക്കിയപ്പോ നമ്മുടെ ഗോകുലാണ്, നമ്മുടെ സുരേഷ് ഗോപിയുടെ മകൻ. അദ്ദേഹം വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ ഈ ഫംഗ്ഷന് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തവർ മാത്രം അവിടെ നിൽക്കുക, അല്ലാത്തവര് ഭക്ഷണം കഴിക്കാൻ അവിടെ നിൽക്കരുത്. എത്രയും പെട്ടെന്ന് സ്ഥലം പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു കാര്യം ഇത് ഗൂഗിൾ അങ്ങനെ പറയുമെന്ന്. എന്നിട്ട് ഇയാൾ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അച്ഛന്റെ പേരുകളാണ് ഇറങ്ങി തിരിച്ചിരിക്കുവാന്ന്. ഇയാൾക്ക് എന്തൊരു നാണോമാനം ഉണ്ട് അവിടെ ചെന്ന് കയറിയിട്ട് ഇയാളെ പോലും വിളിക്കാതെ അവിടെ വലിഞ്ഞു കയറി ചെന്നിട്ട് ഈ തോന്നിയവാസം പറയാം. ഇയാൾക്ക് ഒരു റൈറ്റ്സും ഇല്ല. ഇയാളിപ്പം പറയുന്നത് അച്ഛന്റെ പേര് കളയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഗൂഗിളിനെ പോലെ ഒരാൾ ഇങ്ങനെ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഗൂഗിളിന്റെ ആ ഒരു രീതിയും കാര്യങ്ങളും നമ്മൾ ആ ഇന്റർവ്യൂലൊക്കെ കാണുമ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഗൂഗിൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ അങ്ങനെ സംസാരിക്കുന്നത്, അത് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇയാൾ ചുമ്മാതെ കഥ ഇറക്കിയതായിരിക്കും, 100% ഉറപ്പാണ്. ഇയാളെ സംബന്ധിച്ച് എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും മാക്സിമം റീച്ച് ഒപ്പിക്കാന്നാണ് അളിയന്റെ മെയിൻ പരിപാടി. ഈ കാണിച്ചത് ഇയാൾ വെറും ഉടായ്പാണ്. ഇതിനകത്ത് ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാര്യം ഇയാൾക്ക് മാത്രം ഇപ്പം തന്നെ അവിഹിതത്തിന്റെ കേസ് തന്നെ, എത്ര പേരുടെ അവിഹിതമാണ് ഇയാൾ വന്നിരുന്ന് പറയണത്? ഇയാൾ നേരിട്ട് പോയി കണ്ടിട്ട് വല്ലതാണോ? അതോ ഇയാൾ ഈ പറയുന്ന നടിമാരുടെയൊക്കെ അസിസ്റ്റന്റ് ആയിട്ട് വല്ല നിന്നിട്ടുണ്ടോ? അതേപോലെ തന്നെ ഇയാൾ ഇത് ഒരു കഥ ഇയാൾ ചുമ്മാ അടിച്ചിറക്കിയത്. അവിടെ പോയി കാണും, ഈ പറയുന്നതൊക്കെ വിളിക്കാത്ത കല്യാണത്തിന് ചെന്ന് കയറി കാണും, അവിടെ ഇരുന്ന് കാണും, അവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും. ആ ഫോട്ടോസ് ഒന്നും ക്ലിയർ പോലും അല്ല. ആ ഫോട്ടോസ് ഒന്നും അത് നിങ്ങൾക്ക് കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വന്നിട്ട് ചുമ്മാ ഒരു കഥ അങ്ങ് ഇറക്കി. ഇയാളെ പോലുള്ള വിവരം കെട്ടവന്മാരാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പടച്ചു വിടുന്നത്. എന്തായാലും അതിനുശേഷം സുരേഷ് ഗോപിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഭക്ഷണത്തിന്റെ കാര്യവും പറഞ്ഞിട്ട്. അയ്യോ ഭക്ഷണം തികയാതെ പോകണം, അതായത് ആൾക്കാർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം തീർന്നു പോയി എന്ന് പറയണം, അതാണ് മനസ്സിലൊരു ഇതെന്നൊക്കെയുള്ള രീതിയിൽ.
ശരിക്കും പറഞ്ഞാൽ ഒരു കല്യാണം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കുറച്ച് മാക്സിമം 2000 അല്ലെങ്കിൽ 3000 പേര് ഒക്കെ മാക്സിമം വിളിച്ചിട്ട് അതിനുള്ള ഭക്ഷണമായിരിക്കാം മേ ബി അത് ഉണ്ടാക്കുന്നത്. അതിനകത്ത് ചിലപ്പോൾ ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ സാധാരണ എന്താ ചെയ്യുന്നത്, ഓർഫനേജിലും മറ്റും കൊടുക്കും. അതാണ് നോർമലി മിക്ക ആൾക്കാരും ചെയ്യുന്നത്. അപ്പം വരുന്ന ആൾക്കാരെ അത് ഇല്ല എന്നും പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്നതാണ് സംഭവം എന്ന് പറയുന്നതിനകത്ത് അതിനകത്ത് എനിക്ക് വലിയ യോജിക്കാനായിട്ട് പറ്റുന്നില്ല. കാര്യം ഭക്ഷണം എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് മതി എന്ന് പറയുന്ന ഒരു സംഭവം ഭക്ഷണമേ ഉള്ളൂ. എത്ര കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ് നിറയുന്നത് വരെ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ, നമുക്ക് മതി എന്ന് പറയത്തുള്ളൂ. എത്ര പൈസ കൊടുത്താലും നമ്മൾ വേണ്ടാന്ന് മതി എന്ന് പറയത്തില്ല. കാര്യം ഭക്ഷണമേ ഉള്ള ഒരു മനുഷ്യന് മതി എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ ആ ഒരു പറഞ്ഞതിനകത്തോട്ട് എനിക്ക് ആ ഒരു കാര്യത്തിനകത്തോട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒട്ടും യോജിപ്പില്ലാത്തത്. പിന്നെ ഈ വിവരം കെട്ട നാറി വന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിനകത്ത് ഒരു കാരണവശാലും ഇങ്ങനെയുള്ളവന്മാരെ പോയി സപ്പോർട്ട് ചെയ്യരുത്. ഇതിപ്പോ ഒരുപാട് വട്ടമായി. ലക്ഷ്മി നക്ഷത്രയുടെ കേസ് തന്നെ നിങ്ങളൊന്ന് എടുത്തു നോക്ക്. ആ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു, ഇനി ഞാൻ ഇങ്ങനൊന്നും ചെയ്യത്തില്ല എന്നും പറഞ്ഞ് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ എന്നിട്ട് ഇയാൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇയാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതിനെപ്പറ്റിയൊന്നും ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ എന്തോ പ്രതികരിക്കുന്നത് അല്ലേ, അവരൊക്കെ ഇയാൾക്കൊക്കെ എതിരെ എന്തോ പ്രതികരിക്കാനാ? ഇയാൾ ചുമ്മാ റീച്ചിനെതിരെ വായി തോന്നിവാസം വിളിച്ചു പറയുമ്പോഴത്തേക്ക് ആര് പ്രതികരിക്കും, ആര് തിരിഞ്ഞു നോക്കും ഇയാളെയൊക്കെ? അപ്പൊ എന്തായാലും ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.